ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങളും സംഭവങ്ങളും നടക്കാൻ പോകുന്ന, അതിന് വേണ്ടി വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെയധികം എന്താ പറയുക, അഞ്ജലി മനസ്സ് തകർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലും, അതൊന്ന് തുറന്നു പറയാൻ പോലുമുള്ള ഒരു അവസരം അഞ്ജലിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളെ ഏറെ വേദനിപ്പിച്ചു. ആ മഴയും ആ ഇടി വെട്ടുമ്പോഴും ആ മഴ നനഞ്ഞ് നമ്മുടെ അഞ്ജലി പുറത്തിരിക്കുകയാണ്. ഇനി ഭയങ്കരമായിട്ട് എന്താ ഞാൻ പറയുക, ഈ ശ്യാമള നമ്മൾ ചെയ്യണത് ഒരു രീതിയിലും ന്യായീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മുടെ അഞ്ജലിക്ക് അങ്ങനെ മഴയത്ത് ഇറങ്ങി നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാപം ആ പെറ്റമ്മയ്ക്ക് എവിടെ പോയി കഴുകി കളയാനായിട്ട് പറ്റും? ആ ഇടി വെട്ടുന്ന സമയത്ത് അങ്ങനെ പുറത്ത് ഇറക്കി നിർത്തുന്ന ഒട്ടും ശരിയല്ല. അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ അഞ്ജലിയോടൊന്ന് ചോദിച്ചുകൂടെ? ശരി, അഞ്ജലി തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് എന്നൊന്ന് ചോദിച്ചുകൂടെ? എന്താ പറയുക, ഈ പിരിവെട്ടിയിരിക്കുന്നത് പോലെ ഈ ശിവരാമൻ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ലോലഹൃദയനായിട്ടൊന്നും കാര്യമില്ല. ഇത് ലോലഹൃദയമൊന്നും അല്ല കേട്ടോ. അങ്ങനെ അഞ്ജലി ചെയ്യില്ല, അഞ്ജലി ഒരിക്കലും അനുപമയല്ല എന്ന് 1000 വട്ടം പുള്ളി പറയുന്നുണ്ടെങ്കിൽ, പിന്നെ അതിൽ പുള്ളി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് പുള്ളി നമ്മുടെ അഞ്ജലിയോട് അത് ചോദിക്കാത്തത്? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മളാരും, അച്ഛനും അമ്മയും ആരെയും അങ്ങനെ ആരും അറിയാതെ നീ ഇങ്ങനെ ഒരു രഹസ്യ കല്യാണം നടത്തിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഈ ഒരു കാര്യം ചോദിച്ചുകൂടെ അഞ്ജലിയോട്? എന്നിട്ട് തീരുമാനിക്കാം അഞ്ജലിനെ ഇറക്കി വിടണോ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. അത് കഴിഞ്ഞ് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. അഞ്ജലിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ഇൻസിഡൻ്റ് ആണ് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഷോക്കിൽ എന്ത് പറയണമെന്ന് നമ്മുടെ അഞ്ജലിക്ക് അറിയത്തുമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു മനസ്സങ്ങ് തകർന്നു പോയി അഞ്ജലിയുടെ. ഒരു സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അമ്മായി അവിടെയുണ്ട്. അപ്പോൾ മാനസികമായിട്ട് തകർന്നു പോയി. കോടതിയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളും നല്ല ഇടിച്ചൊക്കെ നിൽക്കുമെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് തകർന്ന് അവരെ വേദനിപ്പിച്ചു എന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലിക്കും വളരെ ഡൗൺ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ നമ്മുടെ അഞ്ജലിക്ക് അതിനെപ്പറ്റി, അതിന് എന്താ സംഭവിച്ചത് എന്ന് പറയാനുള്ളൊരു ത്രാണി പോലും നമ്മുടെ അഞ്ജലിക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അച്ഛനും അമ്മയ്ക്കും അത് ചോദിച്ചുകൂടെ എന്നാണ് ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ആര്യയ്ക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. അഞ്ജലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണമെന്നുണ്ട്. ഇന്ന് നമ്മൾ എപ്പിസോഡ് കണ്ടപ്പോൾ പലവട്ടം നമ്മുടെ ആര്യ പറയുന്നുണ്ട്, അമ്മായി ഇങ്ങനെ ചെയ്യല്ലേ, അവളെ അഞ്ജലിനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റ്, അവളിങ്ങനെ മഴയത്ത് ഇരുത്തില്ല, അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും അമ്മായി, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം അമ്മായി. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ആര്യ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കൃത്യമായ ദുർവാശി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ശ്യാമള. ഒരു വശത്ത് ശ്യാമള കരയാണ്, എന്നാൽ മറുവശത്ത് വാശി വിടുന്നുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാവുള്ള കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല എന്ന് ശ്യാമള മനസ്സിലാക്കണം. എന്തെങ്കിലും അഞ്ജലിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനി മുമ്പോട്ടൊരു ജീവിതമില്ല. അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ? അപ്പോൾ ഇറക്കി വിട്ടു ആ ഒരു ദേഷ്യത്തിൽ വിട്ടെങ്കിലും അഞ്ജലി തിരിച്ചു കയറ്റണം. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണം. അതിനുശേഷമാകാം വിചാരണയും ശിക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ന്യായം എന്ന് പറയുന്നത്. സ്വന്തം മകളല്ലേ, അപ്പോൾ ഒന്ന് ക്ഷമിച്ചുകൂടെ? അന്ന് അനുപമ എത്രയോ ചതിച്ച് പോയതാണ്, എന്നിട്ടും തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അഞ്ജലി പറയുമ്പോൾ തിരിച്ച് കയറ്റിയതൊക്കെയല്ലേ. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, ഇതിന് പിന്നിലൊക്കെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അമ്മായി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇന്ന് അമ്മായിക്ക് വേണ്ടത് ഒരു പരിധി വരെ ആര്യയ്ക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആര്യ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല, എൻ്റെ കയ്യിൽ നല്ല പുളിച്ച വർത്താനം നിങ്ങൾ കേൾക്കും, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ ഇരുന്നു എന്ന്. അതുകൊണ്ട് പൊട്ടിക്കൊന്ന് ഇന്ന് അമ്മായി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശിവരാമനോടും ആര്യ പറയുന്നുണ്ട്, അമ്മായിയുടെ ദുർവാശി എനിക്ക് മനസ്സിലാക്കാം, പക്ഷെ അമ്മാവനും കൂടി ഇങ്ങനെ ചെയ്യല്ലേ അമ്മാവെന്നൊക്കെ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ എവിടേക്കോ ശ്യാമള അഞ്ജലിയോട് ഒരു ക്ഷമിക്കും, വിളിച്ച് വീട്ടിൽ കയറ്റും എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷ തോന്നിച്ചു കേട്ടോ. ഒരു വാതിൽ തുറന്ന് ഇങ്ങനെ അഞ്ജലിയെ നോക്കുന്നുണ്ട്. അഞ്ജലി കരയുന്നതെല്ലാം കണ്ട് അവർ ഹൃദയം പൊട്ടുന്നുണ്ട്, അവരും കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ വാശി ജയിച്ചു എന്നുള്ളതാണ്. അവർ
അഞ്ജലിയുടെ നേരെ വാതിൽ കൊട്ടിയടക്കുകയാണ്. എനിക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ ഇതിനെ പറ്റത്തില്ല. അഞ്ജലിയോട് ചെയ്യുന്ന ക്രൂരതയെ ഒരു രീതിയിൽ ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കുട്ടികളാകുമ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റും, എന്തെങ്കിലും ചില സാഹചര്യങ്ങൾ തെറ്റ് പറ്റും. പക്ഷെ അത് അമ്മ എന്ന നിലയ്ക്ക് അതൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും അവസാനം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അനുപമ ഇന്ന് അബദ്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അർജുന് ചൊറിഞ്ഞപ്പോഴാണ് അർജുന് ചില സംശയങ്ങൾ തോന്നിയത്. അഞ്ജലി എന്തോ ഒരു വലിയ ആപത്തിലാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അർജുൻ വേഗം ജീപ്പ് എടുത്ത് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അർജുൻ ഓടി ജീപ്പായിട്ട് പറന്നെത്തുമ്പോൾ കാണുന്ന സീന്, അഞ്ജലിയുടെ ചങ്ക് തകർന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ആ മഴയത്തിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അർജുനും എന്താ പറയുക, അർജുനങ്ങൾ ഹൃദയം പൊട്ടിപ്പോവും ആ ഒരു സീൻ കാണുമ്പോൾ. ഓടി വന്ന് നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് ഓടി വരും. അഞ്ജലിയോട് പറയണേ, ഇത് എന്ത് സംഭവമാണെങ്കിലും ഇനി എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഞ്ജലിയുടെ കൂടെ ഞാനുണ്ട്, ഇതിനെ നമ്മൾ ഒരുമിച്ച് നേരിടുമെന്ന് അഞ്ജലിക്ക് ഒരു ആശ്വാസം നൽകുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ദൈവമായിട്ടാണ് അനുപമയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയിക്കാൻ തോന്നിയതും അർജുന് ചില സംശയങ്ങൾ തോന്നിയതും അവിടേക്ക് എത്താനായിട്ട് പറ്റിയതും. ഒന്നുമില്ലാതെ ഞാൻ പറയാം, കുറച്ചധികം സമയം കൂടി നമ്മുടെ അഞ്ജലി അവിടെ ഇരുന്നെങ്കിൽ അരുതാത്തത് എന്തെങ്കിലും അഞ്ജലി ചെയ്തേനെ കേട്ടോ. ഒരു പെൺകുട്ടിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും? സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇത്ര അധികം ഒരു എന്താ പറയുക, ഇങ്ങനെ അവർ ഒരു രീതിയിലും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഒരു പെൺകുട്ടിയോടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ്, ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലി അരുതാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയേനെ. അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ അർജുൻ അവിടെ എത്തുന്നത് കേട്ടോ. അങ്ങനെ അർജുൻ എത്തുമ്പോൾ എന്തായാലും പൊട്ടിക്കരഞ്ഞ് നമ്മുടെ അർജുനോട് ചേർന്ന് നമ്മുടെ അഞ്ജലി ഇരിക്കും. അങ്ങനെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, പുറമേൽ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നിടം വരെ ആ മഴയത്ത് നമ്മുടെ അഞ്ജലിയും അർജുനും കൂടെ ചേർന്നിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ തളർന്ന് നമ്മുടെ അർജുൻ്റെ തോളിക്കിടന്ന് നമ്മുടെ അഞ്ജലി ഉറങ്ങിപ്പോകും. തളർന്ന് കരഞ്ഞ് പാവം ഉറങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ നേരം വെളുക്കുന്ന വരെ ഇരുന്നു എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം ഇത്രയും അധികം നേരം എങ്ങനെ അവർക്ക് അഞ്ജലി ഇങ്ങനെ പുറത്തിരുത്താനായിട്ട് അവർക്ക് പറ്റിയെന്ന് കേട്ടോ. അങ്ങനെ നേരം വെളുത്ത് മഴയൊക്കെ മാറിയ സീനാണ് പുറമേൽ കാണുന്നത്. അപ്പോഴും അർജുനും അഞ്ജലിയും ഇങ്ങനെ തോളിക്കിടന്ന് ചാരിക്കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ്. എന്താണെങ്കിലും ഇത് അമ്മായിക്കിട്ടുള്ളൊരു കൊട്ടാവട്ടെ. അങ്ങനെ അമ്മായി തന്നെയാണ് ഇത് ആദ്യം കാണുന്നതും. അമ്മായി എങ്ങനെ ഷോക്കഡായി പോകും. അവരെന്തോ പ്രതീക്ഷ അഞ്ജലി പോയി ചാവുമെന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷിച്ചത്. എന്താണെങ്കിലും അവരുടെ ആഗ്രഹമൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് കാണുന്ന സീൻ എന്ന് പറയുന്നത് അർജുൻ്റെ തോളിൽ കിടന്ന് നമ്മുടെ അഞ്ജലി ഉറങ്ങുന്ന സീനാണ്. അവർ അലറുകയാണ്, എടി എന്ന് പറഞ്ഞിട്ട് അലറുകയാണ് കേട്ടോ പ്രൊമോയിൽ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് നല്ല കിഡിലൊരു എപ്പിസോഡ് തന്നെയാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.